പിന്നീട് മെയ് 28-ന് അന്ന് ഞങ്ങളെല്ലാവരും കൂടി വേളാങ്കണ്ണിക്ക് ഒരു തീർത്ഥയാത്ര പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനും ഭാര്യയും 2 മക്കളും, പിന്നെ എൻ്റെ അമ്മയുണ്ട്, പിന്നെ മഠത്തിൽ ഉള്ള സിസ്റ്റർ ഉണ്ട്, പിന്നെ വേറെ ഹൈ റേഞ്ച് കല്യാണം കഴിച്ച മേരി എന്ന് പറയുന്ന ചേച്ചിയുണ്ട്. ഞങ്ങൾ 7 പേര് കൂടി വെള്ളിയാഴ്ച 4 മണിയോടുകൂടി പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അപ്പം ഞായറാഴ്ച രാവിലെ തിരിച്ചു വരുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് അന്ന് മോൾ ആമി തൊടുപുഴ മുതലക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു നേഴ്സിംഗ് കോളേജിൽ പഠിക്കുകയാണ്. അവൾക്ക് അന്ന് ഉച്ച കഴിഞ്ഞിട്ട് അവളെ വിടുകയുള്ളൂ അവിടെ നിന്ന്. അവൾ അങ്ങോട്ട് അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചേച്ചിയും മോനും വണ്ടിയായിട്ട് കാറുമായിട്ട് പോയതുകൊണ്ട് അവർ വന്നപ്പോൾ 2:30 അപ്പം ഞങ്ങളത് മുമ്പ് തന്നെ ഊണൊക്കെ കഴിച്ചിരുന്നു. അന്ന് എൻ്റെ മോളുടെയും അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അല്പം വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് ഊണ് അവർ വരാൻ കുറേ നേരം നോക്കി നിന്നിട്ട് കഴിച്ചു. അപ്പോൾ ഇവർ വന്നിട്ട് ഇവരുണ്ടോണ്ടിരുന്ന സമയത്ത്, അപ്പം പോകാൻ ഒരുമിടുന്ന സമയം ആയതുകൊണ്ട് ഈ കാറ് അടുത്ത വീട്ടിൽ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് രാവിലെ നോക്കിയപ്പോൾ അവിടുത്തെ സാർ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ഒന്ന് പോയി പിന്നെ അന്വേഷിച്ചിട്ട് സാർ അവിടെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഞാൻ പോവുകയായിരുന്നു. ഞാനൊരു കടുംചായ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ അവിടെ പോകണമെന്ന് പറയാതെ തന്നെയാണ് പോയത്. തൊട്ടപ്പുറത്ത് പുറയിലുള്ള വീടാണ്. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ മുൻവശത്തെ ഗേറ്റ് കടന്ന് സൈഡിൽ കൂടെ വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ആ സാറിനോടൊക്കെ ആ മുറ്റത്ത് ചെന്നപ്പോഴേക്കും മോൻ വന്ന് ഞങ്ങളുടെ പ്രവേശത്തുള്ള മതിലിൻ്റെ അടുത്ത് വന്ന് വിളിച്ചു, അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് 2 പേര് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആരാണ് 2 പേര്? അങ്ങനെ ആരും അല്ല, പറഞ്ഞിട്ട് വന്നിരുന്നതാണ്, നേരത്തെ അറിയിച്ചിട്ട് വന്നതാണെന്നൊക്കെ അവർ പറഞ്ഞത്രേ. അങ്ങനെ ആരും അറിയിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനോട് തർക്കിച്ച് നിൽക്കുമ്പോഴാണ് അടുക്കള വാതിലിൽ കൂടെ ഉള്ളിൽ നിന്ന് 2 പേര് പുറത്തേക്ക് ആടുന്നത്. അത് കണ്ടിട്ട് അവൻ അങ്ങോട്ട് ഓടി. ഞാൻ അടുത്ത സാറിൻ്റെ വീട്ടിലേക്ക് ഓടിക്കറി. അപ്പോൾ എനിക്ക് നല്ല ബോധ്യം വന്നു എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണെന്ന്. പിന്നെ കുറേ നേരം അരമണിക്കൂറൊക്കെ ആ വീട്ടിൽ ഇങ്ങനെ ഭയന്നിരുന്നിട്ട് എല്ലാവരും പോയി എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നപ്പോൾ ആണ് അറിയുന്നത് ഇവർ HDFC നിന്ന് വന്ന ഉദ്യോഗസ്ഥന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബെല്ലടിച്ചത്. ഞാനവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായില്ല. അപ്പോൾ ആ സമയത്ത് എന്നെ അന്വേഷിച്ച് മോൻ പോകുന്ന സമയത്ത് അവരിലൊരാൾ ഓടി വീടിൻ്റെ ഉള്ളിൽ കയറി എല്ലാ മുറികളിലും പരതി. കൂടെയും വേറെ ഒരാളെ അയാളെ അനുഗമിക്കുകയും ചെയ്തു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സിസ്റ്ററൊക്കെ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉള്ളിൽ അനുവാദമില്ലാതെ കിടക്കുന്നത്? അപ്പോൾ ഞങ്ങൾ പോലീസാണെങ്കിൽ യൂണിഫോമൊക്കെ ഇല്ലേ, ഞങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ എല്ലാ മുറികളിലും തപ്പുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യം വന്നിട്ട് ആരോ കൃത്യമായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് എന്നെ ആക്രമിക്കാൻ വന്നതാണ്. പക്ഷേ 1/2 മിനിറ്റ് മുമ്പാണ് ഞാൻ അവിടെ നിന്ന് പോയത്. അതുകൊണ്ട് അന്ന് ആക്രമണം നടന്നില്ല എന്നേ ഉള്ളൂ. ഏതായാലും അവർ പുറവശത്തോടെയൊക്കെ ഇറങ്ങി ഓടി മുൻവശത്ത് വന്നു. അപ്പോഴേക്കും ഭാര്യയും എൻ്റെ പാർത്തോട്ടുള്ള ചേച്ചിയൊക്കെ ഇവരുടെ ഒപ്പം ചെന്നിട്ട് എന്തിനാ വന്നെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരെ അവിടെ ഒപ്പം ഭാര്യ ഈ ബൈക്കൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വരെയും താഴെ തന്നെ പണ്ടിരുന്നിടത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്, അവിടെ വരെയും ചെന്ന് അപ്പോൾ ഇടയ്ക്ക് ഒരാൾ തിരിഞ്ഞു നിന്നിട്ട് മിണ്ടിപ്പോരെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അംഗചലനം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവർ പെട്ടെന്ന് അവിടെ ഒരാൾ ഉണ്ടായിരുന്നു, ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ബാക്കിയുള്ള 2 വണ്ടി പോയി. 3ാമത്തെ വണ്ടിയിൽ പോകുന്ന ആ വണ്ടിയുടെ നമ്പർ പിന്നെ വൈഫ് മനസ്സിൽ ഓർത്ത് വെക്കുകയും വന്ന് അന്നേരം തന്നെ എന്നോട് പറയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ KL7 എന്നൊക്കെയുള്ള അതൊന്നും വൈഫ് ഓർത്ത് വെച്ചില്ല. ഇതെല്ലാം ഫേക്ക് നമ്പറിലായിരുന്നു വന്നത്. ഏതെല്ലാം നമ്പരൊക്കെ കാണിച്ചിട്ട് അന്നേരം തന്നെ ഞാനൊരു പരാതി എഴുതി മൂവാറ്റുപുഴ DSP ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു. എൻ്റെ വലത് കൈയും കൊണ്ട് എഴുതിയ അവസാനത്തെ എന്ന് പറയാൻ പറ്റില്ല, ഏതായാലും അവസാനത്തെ ഒരു പിന്നെ റെക്കോർഡാണത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് അതുവഴി ഞങ്ങൾ പിന്നെ വേളാങ്കണ്ണിക്ക് പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞായറാഴ്ച വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞായറാഴ്ച വന്നു കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് 2 പോലീസുകാർ വന്ന് ഈ പരാതിയുമേൽ ഈ DSP കിട്ടിയ പരാതി സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൊടുത്തു. സർക്കിൾ അത് പിന്നെ SI കൊടുത്തു. SI 2 പോലീസുകാരെ വിട്ടു. അവർ വന്ന് എന്നൊക്കെ ചോദിച്ചു പോയി, അല്ലാതെ ഒരു കേസെടുക്കാനും പോലും കൂട്ടാക്കിയില്ല. അപ്പോൾ ഈ ഭവനവേദനം പോലും നടന്നിട്ട് ഒരു കേസെടുക്കാൻ പോലും അന്നത്തെ DSPയോ പിന്നെ HSO ആയിരുന്ന SIയോ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറോ കൂട്ടാക്കിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചും എന്നെ എല്ലാവരും ഇങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു കാലഘട്ടമാണത്. അപ്പോൾ എൻ്റെ ജീവനൊന്നും ഇവർ വില കൽപ്പിക്കുന്നില്ല. എന്നാലും കേസെടുത്താലും എടുത്തില്ലെങ്കിലും നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം, ഒരു പരാതി, ഒരു പൗരൻ നിലയിൽ നമ്മുടെ ഭവനവേദനം നടത്തി ആക്രമിക്കാൻ വന്നു എന്ന് നമുക്ക് ബോധ്യം വന്നു, എന്നെ കൊലപ്പെടുത്താൻ വന്നു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തിട്ട്
ഒരു DYSPക്ക് കേസ് കൊടുത്തിട്ട് അതിലൊരു കേസ് പോലും അവർ രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അത്രമാത്രം അന്നത്തെ ഭരണകൂടം അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ളതിന് തെളിവാണ്. അത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സാധാരണ പൗരൻ്റെ ജീവനും ഒക്കെ അത്രമാത്രമേ നമ്മുടെ അന്നത്തെ സർക്കാരും അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എന്നോട് കാണിച്ചുള്ളൂ. അപ്പോൾ അന്നൊക്കെ അത്രമാത്രം ഒരു സന്ത്രാസത്തിലായതുകൊണ്ട് ഇവരുടെ ഒരു അവഗണനയൊന്നും എന്നെ ബാധിച്ചിരുന്നില്ല. അങ്ങനെ പിന്നീടാണ് അങ്ങനെ പിന്നെ ഗേറ്റൊക്കെ അടച്ചിട്ടു. ഞങ്ങൾ പുറത്തിറങ്ങാതെ ആയി. പരമാവധി ഇങ്ങനെ സൂക്ഷിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് വീട്ടിൽ വന്നുള്ള ആക്രമണം നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് അവർ ആ വാഹനം റോഡിൽ വെച്ച് എന്നെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ റോഡിൽ വെച്ച് ആക്രമിക്കാനും ബൈക്കുകൾ പോരാ, ഞാൻ കാറിൽ സഞ്ചരിക്കുന്ന ആളായതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവർ ഒരു 4 വീലർ വാങ്ങിക്കുന്നത്, ഒരു മാരുതി ഓമിനി വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് അവർ അത് പിന്നീട് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആരും തുണയില്ലാത്ത, ജോലിയില്ല, ജോലി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഒരു അവഹേളനം അല്ലെങ്കിൽ നിരാശത്വം, അരക്ഷിതാവസ്ഥയൊക്കെ ബാധിച്ചിട്ട് അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഭയന്നിങ്ങനെ ജീവിച്ചിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജൂലൈ 4-ാം തീയതി ഞാൻ അമ്മയെയും എൻ്റെ പെങ്ങളുടെ സിസ്റ്ററിനെയൊക്കെ പള്ളിയിൽ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം പള്ളിയിൽ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മാനസികമായിട്ട് വേണമെങ്കിൽ അവരെ ആക്രമിച്ചോട്ടെ, ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിച്ചിട്ട് എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെ ഏൽപ്പിച്ച് കൊടുത്തിട്ടാണ് എന്നെ അവരെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് സൂക്ഷിച്ചാലോ എന്നൊക്കെയുള്ളൊരു പരിതാപം, ഒരു സങ്കടം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല.